ക്രിക്കറ്റ് അങ്കിൾ, നിങ്ങൾ നേരത്തെ വരണായിരുന്നു. അപ്പൊ ഞങ്ങളുടെ രസമുള്ള സ്കിറ്റ് കാണായിരുന്നല്ലോ. ആണോ? രസമുള്ള സ്കിറ്റ് ആയിരുന്നു. എന്നിട്ട് നീ അത് കാണാൻ എന്നെ വിളിച്ചില്ലല്ലോ. നിങ്ങൾ വരണായിരുന്നു. വിളിച്ചിരുന്നെങ്കിൽ തീർച്ചയായിട്ടും വരുമായിരുന്നു. ആണെങ്കിൽ നമുക്ക് ഒരു പ്രാവശ്യം കൂടി സ്കിറ്റ് കളിച്ചാലോ? ശാലിനി ആന്റിയും ശ്യാമങ്ങളും ഇവിടെ ഉണ്ടല്ലോ. ആണോ? ഓക്കേ. സിഹി, ഇപ്പൊ വേണ്ട. അതെന്താ സീതമ്മ? നീ ഇനി ആ ഡയലോഗ്സ് ഒന്നും നോക്കാൻ നിക്കണ്ട. ശാലിനി ആന്റി ശ്യാമങ്ങൾക്കും അതൊക്കെ അറിയാം. അപ്പൊ അവരാണ് എന്റെ അച്ഛനും അമ്മയും. ഓക്കെ അല്ലേ? ഓക്കെ അല്ലേ അച്ഛാ? ഓക്കെ ഓക്കെ. ഇവള് ശാലിനിയെ ഷാമിനെ എങ്ങനെ അച്ഛ അമ്മയെന്ന് വിളിക്കുന്നത് എനിക്ക് സഹിക്കുന്നില്ല. മോളെ എന്തിനാ വാശി പിടിക്കുന്നേ? ഇപ്പൊ കുറെ ലേറ്റ് ആയില്ലേ? സ്കിറ്റ് ഒന്നും വേണ്ട. നിങ്ങൾ പോയി ഉറങ്ങിക്കോളൂ പ്ലീസ്. സീതമ്മ, ഞാൻ കുറച്ചേരം ശ്യാമങ്ങളുടെ കൂടെ ഇരുന്നോട്ടെ. അന്ന് എനിക്ക് ഇവര് ലണ്ടനിലെ കഥ പറഞ്ഞു തന്നു. ആ ലണ്ടനിലെ കഥ ഇതുവരെ ഫിനിഷ് ആയിട്ടില്ല. മോളെ വെറുതെ അവരെ ബുദ്ധിമുട്ടിക്കണ്ട. ലേറ്റ് ആയില്ലേ? അവർ ഉറങ്ങിക്കോട്ടെ. നാളെ എന്തായാലും അവധിയല്ലേ? നാളെ ലണ്ടൻ കഥ കേൾക്കാം. ഓക്കെ? നാളെ അവധിയാണോ? അപ്പോ ഹോളിഡേ. ലിറ്റിൽ ജാം, ഒരു കാര്യം ചെയ്താലോ? എല്ലാ മാച്ചുകളും അഥവാ ലണ്ടൻ കഥ കേൾക്കുന്നതും പിന്നെ സ്കിറ്റ് കളിക്കുന്നതും എല്ലാ മാച്ചും നമുക്ക് നാളത്തേക്ക് വെച്ചാലോ? വിത്ത് ഫുൾ കോസ്റ്റ്യൂം. സ്കിറ്റ് കാണാൻ ഞാൻ വരാട്ടോ. പ്രോമിസ്? ഇല്ലേ, രാത്രി മൊത്തം സംസാരിച്ചിരിക്കോള്. വന്നുറങ്ങാൻ നോക്ക്. സിഹിമോളെ ഉറങ്ങിക്കോ. സീതമ്മ, എനിക്ക് ഉറക്കം വരുന്നില്ല. കണ്ണടച്ചു കിടന്ന് ഉറക്കം വന്നോളൂ. സീതമ്മ, ശാലിനി ആന്റിയുടെ ശ്യാമങ്ങളുടെ കുഞ്ഞാവിടെ പേരെന്താ? അറിയില്ല മോളെ. അതെന്താണെന്നോ സീതമ്മ, ശാലിനി ആന്റി ശ്യാമങ്ങളും നല്ല കോമഡി ഒക്കെ പറയും. അത് കേൾക്കുമ്പോ എനിക്ക് ശരിക്കും ശരി വരും. അവർക്കാണെങ്കിൽ ഡിഫറെന്റ് കഥ അറിയാം. അതെനിക്ക് ഭയങ്കര ഇഷ്ടം. വായിക്ക് എന്നൊക്കെ പറഞ്ഞോണ്ടിരിക്കും. കാരണം ഞാൻ നിന്റെ അമ്മയല്ലേ. എനിക്കപ്പോ കൂടുതൽ ഉത്തരവാദിത്തങ്ങൾ കാണും. ഓ, ഉത്തരവാദിത്തം. എനിക്കും ഉണ്ട് ഉത്തരവാദിത്തം. ഉത്തരവാദിത്തം എന്നാ മോളെ? അത് തന്നെ, എനിക്കും അതൊക്കെ ഉണ്ട്. ഉറങ്ങാൻ നോക്ക്. സീതമ്മ, ശ്യാമങ്ങളുണ്ടല്ലോ. ഉറങ്ങുന്നുണ്ടോ ഇല്ലയോ? സീതമ്മ, സംസാരിച്ച് ഉറങ്ങിക്കോളാം. ശാലിനി ആന്റി ഉണ്ടല്ലോ, എനിക്ക് യോഗ പഠിപ്പിച്ചു തരാന്ന് പറഞ്ഞു. സിഹി, നിന്നോട് ഉറങ്ങാനാ പറയുന്നേ. ആയിക്കോട്ടെ, ഞാൻ കിടന്നുറങ്ങിക്കോളാം. കണ്ണടയ്ക്ക്. ഗുഡ് നൈറ്റ് സീതമ്മ. ഗുഡ് നൈറ്റ് അച്ഛാ. സീത, Is it anything wrong, Sita? എന്താ ഇത്ര ഡള്ളായി നിൽക്കുന്ന സീത? സിഹി, എന്റെ മകളാറാം.
മറ്റെന്തിനെക്കാട്ടിലും അവളാ എനിക്ക് ഇമ്പോർട്ടന്റ്. എന്റെ ലോകം തന്നെ അവളാ. അവൾക്ക് വേണ്ടി എത്രയോ രാത്രി ഞാൻ ഉറങ്ങാതെ ഇരുന്നിട്ടുണ്ട്. രാത്രി മുഴുവൻ കരയുമായിരുന്നു, പകലും കരയും. അവൾ എന്തിനാ കരയുന്നതെന്ന് ചോദിക്കാൻ പോലും എന്റെ കൂടെ ആരും ഉണ്ടായിരുന്നില്ല. എല്ലാം ഞാൻ ഒറ്റയ്ക്ക് ഹാൻഡിൽ ചെയ്തിരുന്നു. ഇന്ന് അവൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കാൻ പറ്റും. എനിക്കെന്തെങ്കിലും വിഷമമുണ്ടെങ്കിലും അവളായിട്ടത് മനസ്സിലാക്കി വന്ന് എന്റെ കണ്ണീര് തുടച്ചു തരും. എന്നിട്ട് അവളിപ്പോ മറ്റുള്ളവരെ കൂടുതൽ സ്നേഹിക്കുന്നത് റാം. എന്തിനാ? ഇത് ചതിയല്ലേ? സീത, ലിസൺ. ഒരു കുഞ്ഞിനെ നോക്കി വളർത്താൻ എത്രത്തോളം എഫേർട്ട് വേണമെന്ന് ഞാൻ കണ്ടിട്ടേ ഇല്ല. പക്ഷെ എനിക്കത് മനസ്സിലാക്കാൻ പറ്റും. നീ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ടെന്ന് എനിക്കറിയാം. And I am so proud about you in that. സിഹി വളരെ നല്ല കുട്ടിയാ, ഒരുപാട് ബുദ്ധിയുള്ള കുട്ടിയാ അവള്. നീ എത്ര നന്നായി അവളെ വളർത്തിയെന്ന് എനിക്കറിയാലോ. അതിനൊരിക്കലും ഒരു വില കണക്കാക്കാൻ പറ്റില്ല സീത. റാം, എനിക്ക് വില അറിയണ്ട. സിഹി എനിക്ക് ഒരിക്കലും നഷ്ടപ്പെടാൻ പാടില്ല. അതെനിക്ക് ഒരിക്കലും സഹിക്കാൻ കഴിയില്ല. ഫസ്റ്റ് ഓഫ് ഓൾ, നീ ഇങ്ങനെ പേടിക്കുന്ന എന്തിനാണ് സീത? സിഹി എങ്ങനെ നിനക്ക് നഷ്ടപ്പെടാൻ പോകുന്നേ? ആ കുഞ്ഞിന്റെ മേൽ യാതൊരു അവകാശവും ഉണ്ടാവില്ല. ഇമോഷണൽ അറ്റാച്ച്മെന്റ് പോലും വെക്കാൻ പാടില്ല. നീ ടെൻഷൻ ആവണ്ട. ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ഞാൻ കുഞ്ഞിനെ ചേർത്തോളാം. ഞാനുള്ള കാലത്തോളം ഈ കുഞ്ഞ് അനാഥയാണെന്നൊരു തോന്നൽ ഇവൾക്ക് ഉണ്ടാവാൻ പാടില്ല. ഇവൾ എന്റെ മകളാ ഡോക്ടർ. താങ്ക് യു ഗോഡ്. എനിക്ക് എന്റെ അച്ഛനും അമ്മയും തിരിച്ചു കിട്ടിയേനെ. നോ സീത, നെവർ. സിഹി എപ്പോഴും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. ഈ ആവശ്യമില്ലാത്ത ചിന്തയൊക്കെ നിന്റെ തലയിൽ നിന്നെടുത്ത് മാറ്റ്. പക്ഷെ റാം, എനിക്ക് വല്ലാതെ പേടിയാവുന്നുണ്ട്. Why are you so insecure about സിഹി? സിഹി നമ്മുടെ മോളാ, നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. പ്ലീസ് ഒന്ന് സമാധാനിക്കുന്നേ. കുറച്ചുകൂടി ഉറങ്ങിക്കോട്ടെ. ഇവിടെ എഴുന്നേൽക്കുമ്പോഴേക്കും പാപ്പച്ചി ഒന്ന് ഫോൺ ചെയ്ത് നോക്കാം. ഹലോ ഏട്ടാ. പാപ്പച്ചി, യാത്രക്കിടയിൽ ഫ്രീ ആവുമ്പോ നിങ്ങൾ ഇങ്ങോട്ട് വിളിക്കുമല്ലോ എന്ന് കരുതിയാ ഞാൻ അങ്ങോട്ട് വിളിച്ച് ഡിസ്റ്റർബ് ചെയ്യാതിരുന്നത്. എനിക്ക് നിങ്ങളെക്കുറിച്ചുള്ള ആലോചന മാത്രമേ ഉള്ളൂ. എങ്ങനെയുണ്ട് ട്രിപ്പൊക്കെ? ചേച്ചിയുടെ അവസ്ഥ ഇപ്പൊ എങ്ങനെയാ? ഇപ്പൊ കുഴപ്പമില്ല. ഹാപ്പിയാണല്ലോ അല്ലേ? അവൾക്കൊന്നും അറിയില്ലല്ലോ, അതുകൊണ്ട് അവള് ഹാപ്പിയാണ്. ബട്ട് ട്രീറ്റ്മെന്റിന് വേണ്ടി അവൾ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയി പറ്റൂ. അവിടെ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ എത്രയൊക്കെ ശ്രമിച്ചാലും അവൾക്ക് മനസ്സിലാവും. അങ്ങനെ ഒരു നിമിഷം എനിക്ക് ഇഷ്ടമേ അല്ല പാപ്പച്ചി. ഈ സമയം ഇപ്പോ ഇവിടെ വെച്ചങ്ങ് നിന്നാ മതി എന്നാ എനിക്കിപ്പോ. നാളെക്കുറിച്ച് ആലോചിക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ഏട്ടൻ വെറുതെ പേടിക്കണ്ട, ദൈവം ഉണ്ടല്ലോ. എന്റെ ചേച്ചി ധൈര്യമുള്ള കൂട്ടത്തിലാ. ചേച്ചിക്ക് ഇതൊക്കെ ഫേസ് ചെയ്യാൻ കഴിയും. ചേച്ചിയുടെ കൂടെ ഏട്ടനും ഞാനും അമ്മയും രാമേട്ടനും എല്ലാരും ഉണ്ടല്ലോ. ധൈര്യമായിട്ടിരിക്കണം എന്ന് എത്ര കരുതിയാലും ഒരു പേടി ഉണ്ടാവില്ലേ പാപ്പച്ചി? രാത്രി കിടന്നാൽ ഉറക്കം വരില്ല. അവളെ ഹാപ്പിയാക്കി നിർത്താൻ വേണ്ടി എത്രയൊക്കെ ശ്രമിച്ചിട്ടും, ഞാൻ അവളുടെ കൂടെ എത്രയൊക്കെ ഹാപ്പി ആയിട്ടിരിക്കണം എന്ന് കരുതിയിട്ടും
സത്യം എന്താണെന്ന് മനസ്സിലുള്ളത് കൊണ്ട് അത് ഓർമ്മ വരുമ്പോൾ മുഖത്തുള്ള ചിരി വരെ മാഞ്ഞു പോവാ. ഈ അശോക് ഇത് എവിടെ പോയി? ഇവിടെ എങ്ങും കാണുന്നില്ലല്ലോ. ഏട്ടാ, ഏട്ടൻ ഞാൻ കരുതുന്നതിനേക്കാളും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ആളല്ലേ? ചേച്ചിയുടെ സ്നേഹം മതി ഏട്ടന്റെ എല്ലാ വിഷമങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി. പിന്നെ വീട്ടിൽ വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ. അമ്മയുടെ വിശേഷം എന്താ? അമ്മ കുടുംബക്ഷേത്രത്തിൽ പോകണമെന്ന് പറഞ്ഞു പോയതാ. പാവം എപ്പോഴും ഭയങ്കര ഡള്ളാണ്. അമ്മയ്ക്ക് ചേച്ചിയെക്കുറിച്ച് മാത്രമാ ചിന്ത. അമ്മയോട് എവിടെയെങ്കിലും 2 ദിവസം പോയി വരാൻ വേണ്ടി ഞാനാ പറഞ്ഞത്. അത് നന്നായി. പ്രിയയ്ക്ക് ക്യാൻസർ ഉള്ള കാര്യം ഞാൻ അമ്മയോട് പറയണ്ടെന്നാ കരുതിയത്. മകൾക്ക് ക്യാൻസർ ആണെന്ന് അറിഞ്ഞാൽ അവർ പാവം തകർന്നു പോവും. ഭാർഗു, ഇതെന്താ? എന്തൊക്കെ ആസനങ്ങൾ അവിടെ കാണിക്കുന്നേ? ഇതുകൊണ്ടാണെന്ന് തോന്നി ഇവിടെ ഇത്ര ഫിറ്റ് ആൻഡ് ഫൈൻ ആയിട്ട് നിൽക്കുന്നത്. അവളെ കണ്ടിട്ട് നിനക്ക് എന്താ തോന്നുന്നേ? ഭാർഗു കൊള്ളാം. വെരി ഗുഡ്, വെരി ഗുഡ്. ഫിറ്റ് ആൻഡ് ഫൈൻ. മോസ്റ്റ്ലി RCB വുമൺ ടീമിന്റെ ക്യാപ്റ്റൻ ഇവളായിരിക്കും. അതാ ജയിച്ചത്. ഇഡിയറ്റിനെ പോലെ സംസാരിക്കരുത്. നിന്റെ ഈ തലയൊന്നും ഉപയോഗിച്ച് സംസാരിക്കേ. തല? എന്റെ തല ഉപയോഗിച്ചിട്ട് എന്തെങ്കിലും പ്രയോജനമുണ്ടോ ഭാർഗു? കാര്യം എന്താണെന്ന് വെച്ചാൽ നീ പറ. നീ നോക്ക്, ഭാര്യയ്ക്കും ഭർത്താവിനും അവരുടെ കുഞ്ഞിനെ നഷ്ടപ്പെട്ടത്. വാടകയ്ക്കെടുത്ത അമ്മ ആരാണെന്ന് അറിയില്ല, അവരുടെ അഡ്രസ്സും ഇല്ല. ഭർത്താവ് കുഞ്ഞിനു വേണ്ടി ശക്തമായ അന്വേഷണത്തിലാ. പക്ഷെ ഇവള് ആകാശം ഇടിഞ്ഞാലും എനിക്കെന്താ എന്നുള്ള മട്ടില് യോഗയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിയാ ഭാർഗു, നീ പറഞ്ഞപ്പോഴാ ഞാനും ഇത് ശ്രദ്ധിച്ചത്. അല്ല, ഈ കുഞ്ഞിനെ നഷ്ടപ്പെട്ട അമ്മയുടെ ഒരു മൂഡും ഈ പെണ്ണിന്റെ ഇപ്പോഴത്തെ ഒരു മൂഡും തമ്മിൽ സിങ്ക് ആകുന്നില്ലല്ലോ. സിങ്ക് ആവുകയുമില്ല. കുഞ്ഞിന്റെ കാര്യം പറയുമ്പോ അവൻ കാണിക്കുന്ന ആ ഇൻട്രസ്റ്റ് ഇവൾക്കുണ്ടാകുന്നില്ല. അതെന്താ? അതെന്താ? ഇത് പറയാനാണോ വിളിച്ചത്? എന്തെങ്കിലും ഒരു സംശയം തോന്നിയ പിന്നെ അതിനെ വളരാൻ അനുവദിക്കരുത്. പെട്ടെന്ന് തന്നെ ക്ലിയർ ചെയ്യേണ്ടേ ഭാർഗവി? എക്സ്ക്യൂസ് മീ, ഞാൻ അകത്തേക്ക് വരട്ടെ? യെസ് പ്ലീസ്. സോറി, ഞാൻ നിന്നെ ഡിസ്റ്റർബ് ചെയ്തെന്ന് തോന്നുന്നു. ഏയ് ഇല്ലല്ലോ, ഒരിക്കലും ഇല്ല. ഒരുപാട് വർഷമായിട്ട് ഈ യോഗ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെന്ന് തോന്നുന്നു. അതിന്റെ പെർഫെക്ഷൻ കാണുന്നുണ്ട്. താങ്ക് യു. നിന്നോട് എനിക്കൊരു കാര്യം സംസാരിക്കണമെന്നുണ്ടായിരുന്നു. ഐ ഡോണ്ട് നോ ഇഫ് ഐ ക്യാൻ ആസ്ക് ദിസ്, ബട്ട് ഐ സ്റ്റിൽ ആസ്ക്. വിഷമൊന്നും തോന്നില്ലേ? കുഞ്ഞിന്റെ കാര്യം പറയുമ്പോഴെല്ലാം നീ വല്ലാതെ ഹെസിറ്റേറ്റഡ് ആവുന്നുണ്ടായിരുന്നു. അതെന്താ? ലുക്ക്, എന്താണെങ്കിലും യു ക്യാൻ ഷെയർ വിത്ത് മീ. ഡോണ്ട് ഹെസിറ്റേറ്റ്. പ്രോബ്ലം എന്ന് പറയാനൊന്നുമില്ല. അത് ഞങ്ങൾക്ക് മക്കളില്ലാത്ത കാര്യത്തിൽ ഇത്രയും വർഷം ഞങ്ങൾ മെന്റലി സ്ട്രോങ് ആയിരുന്നു. ആ ജീവിതമായിട്ട് അഡ്ജസ്റ്റ് ആയിരുന്നു. പക്ഷെ ഇപ്പോൾ ഈ പുതിയ റിയാലിറ്റിയെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടതെന്ന് മനസ്സിലാവുന്നില്ല. അത്രയേ ഉള്ളൂ.
അതാ എനിക്കും അത്ഭുതം തോന്നുന്നത്. ഇത്രയും നാള് കുട്ടികളില്ലാന്ന് പറഞ്ഞിരുന്നു. പക്ഷേ നിങ്ങളുടെ കുഞ്ഞ് ഇപ്പോഴും ജീവനോടെ ഉണ്ടെന്നറിഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരു സന്തോഷം തോന്നുന്നില്ല. അതെന്തുകൊണ്ടാണെന്ന് എനിക്ക് മനസ്സിലാവാത്തെ. അല്ല, നീ ഒരു പെണ്ണല്ലേ? പെണ്ണിന് മാതൃത്വം എന്ന് പറയുന്നത് തനിയെ വരുന്നതാ. പക്ഷെ നിന്നിൽ അതൊന്നും കാണാൻ കഴിയുന്നില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒരു പക്ഷെ പഴഞ്ചനായിട്ട് തോന്നിയേക്കാം. കാലം ഏതാണെങ്കിലും തീരുമാനം എപ്പോഴും പെണ്ണിന്റെ ആയിരിക്കണമെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഇവർക്ക് എന്റെ മേലെ എങ്ങനെ ഒരു സംശയം വന്നത്? നീ എന്തോ ഒരു പ്രശ്നത്തിലാ ഉള്ളത്. അതെന്താണെന്ന് അറിഞ്ഞ ഒരു പക്ഷെ എനിക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റും. പ്ലീസ് ഡോണ്ട് ഹെസിറ്റേറ്റ്. നോ ഹെസിറ്റേഷൻ ഒന്നുമില്ല. നിങ്ങളും റാമും ചേർന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ബട്ട് നമ്മുടെ മുന്നിൽ ഇനി അന്വേഷിക്കാൻ വേറെ വഴിയില്ലല്ലോ. ആ സരോഗസി മദർ ആരാണെന്ന് ഡോക്ടർക്കറിയില്ലേ? നിങ്ങൾ ഡോക്ടറോട് ചോദിക്ക്, പറ്റില്ലേ? വീണ്ടും വീണ്ടും ഈ ഡോക്ടറിന്റെ കാര്യം എങ്ങനെയാ വരുന്നത്? ഇപ്പൊ ഇതിന് ഞാനൊരു മറുപടി കൊടുത്തില്ലെങ്കിൽ ഇവരുടെ സംശയങ്ങൾ കൂടിയുള്ളൂ. എന്താ ശാലിനി, നീ സൈലന്റ് ആയല്ലോ? ഒന്നുമില്ല. ആ ഡോക്ടറുടെ ഡീറ്റെയിൽസ് പറ. നിങ്ങൾക്ക് കണ്ടെത്താനായില്ലേ? ഞാൻ കണ്ടെത്തി തരാം. വേണ്ട. അവര് ഞങ്ങളോട് സംസാരിക്കാറില്ല. സോ അവരെ കോണ്ടാക്ട് ചെയ്താലും യൂസ് ഒന്നുമില്ല. സംസാരിക്കാറില്ലെന്നോ? അതെന്താ? അത് കുഞ്ഞു മരിച്ചിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിലേക്ക് ചെന്നില്ല എന്ന് പറഞ്ഞ് അവർക്ക് ഞങ്ങളോട് ഇപ്പോഴും ദേഷ്യം. ഇനിയിപ്പോ പോയാ എന്തിനാ വന്നേന്നേ അവർ ചോദിക്കുള്ളൂ. അതുകൊണ്ട് അവരെ പോയി മീറ്റ് ചെയ്യാൻ ഞങ്ങൾക്ക് ഇഷ്ടമല്ല. കമോൺ ശാലിനി, ഡോണ്ട് ബി ചൈൽഡിഷ്. ഇതൊക്കെ നിങ്ങളുടെ അസംഷൻസ് മാത്രമാണ്. ആ ഡോക്ടറോട് സംസാരിക്കാൻ ഒന്ന് ട്രൈ പോലും ചെയ്യാതെ ഇതെങ്ങനെ അറിയാൻ പറ്റും? നീ എന്തിനാ ഇത്രയ്ക്കും ടെൻഷൻ ആവുന്നത്? ഡോക്ടറുടെ ഡീറ്റെയിൽസ് എനിക്കിതാ, ഞാൻ സംസാരിക്കാം. വേണ്ട പ്ലീസ്. അവരെ മീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ ശ്യാമുമായിട്ടുള്ള റിലേഷൻഷിപ്പ് ഇല്ലാണ്ടാവും. ഐ ലവ് ഹിം. അല്ല, ഡോക്ടറോട് സംസാരിക്കുന്നതും നിന്റെയും ശ്യാമിന്റെയും ബന്ധമില്ലാതാവുന്നതും തമ്മില് എന്താ ബന്ധം? അത് പിന്നെ ആ പറ. ഹയർ സ്റ്റഡീസിന് വേണ്ടി ശ്യാം 2 വർഷത്തേക്ക് ലണ്ടനിലേക്ക് പോയിരുന്നു. അവനിവിടെ ഇല്ലാതിരിക്കുമ്പോൾ കുഞ്ഞിനെ എങ്ങനെയാ ഞാൻ ഒറ്റയ്ക്ക് മാനേജ് ചെയ്യേണ്ടതെന്ന് അറിയാതെ ആ കുഞ്ഞ് ജീവനോടെ ഉണ്ടായിട്ടും മരിച്ചു പോയിന്ന് ഞാൻ ശ്യാമിനോട് അറിയും. എനിക്കത് ഇഷ്ടമല്ല. ഓ അങ്ങനെ. എൻ്റെ ആ ഡോക്ടർ ഞങ്ങൾക്ക് കുഞ്ഞിന്റെ അഡ്രസ്സ് തന്ന് ഞങ്ങളെ ഹെൽപ്പ് ചെയ്യില്ല. ഐ നോ ദിസ്. ബട്ട് നത്തിങ് ഈസ് ഇമ്പോസിബിൾ ശാലിനി. മണി ക്യാൻ ബൈ എനിത്തിങ്. പണമാണ് പ്രധാനം, അല്ലേ? പക്ഷേ ലക്ഷ്മി അങ്ങനെയല്ലല്ലോ. ലക്ഷ്മിയോ? ഡോക്ടർ ആനന്ദലക്ഷ്മി. മോളെ, മോളെ നിക്ക്. മോളെ നിക്കാൻ. ഛേ, എന്താണോ പ്രിയ ഒരിക്കലും അറിയരുതെന്ന് കരുതിയത്, അത് ഞാൻ തന്നെ. അത് അവൾ ഇങ്ങനെ അറിയിച്ചതുപോലെ ആയല്ലോ. ഭഗവാൻ എന്തിനാ ഇത് ചെയ്തേ? എൻ്റെ പ്രിയയോട് ഈ കാര്യം ഇപ്പം തന്നെ അറിയിച്ചത് എന്തിനാ? അവളുടെ അസുഖം എന്താണെന്ന് എനിക്ക് നേരത്തെ അറിയാം. ഇനി അവളോട് എങ്ങനെ സംസാരിക്കും? എങ്ങനെ കൺവിൻസ് ചെയ്യും? ഇതൊക്കെ അവൾ എങ്ങനെയാ സഹിക്കുക? എന്തിനാ ഇങ്ങനൊരു ശിക്ഷ? ഹെൽപ്ലെസ് ആയല്ലോ ഞാൻ. മോളെ, 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 എനിക്ക് നന്നായിട്ട് അറിയാം നിനക്ക് ഹേർട്ടായിട്ടുണ്ടെന്ന്. അത് ഞാൻ സോറി അശോക്. സോറിയോ?
എന്തിന്? ഞാൻ എല്ലാം നശിപ്പിച്ച് കളഞ്ഞല്ലേ. നീ എന്ത് നശിപ്പിച്ചു? നീ എന്ത് തെറ്റാ ചെയ്തേ? എല്ലാ കാര്യത്തിലും എനിക്ക് തിരക്കാം. എന്ത് കാര്യമാണെങ്കിലും മര്യാദയ്ക്ക് ഹാൻഡിൽ ചെയ്യാൻ എനിക്ക് അറിയില്ല. ഞാൻ സ്നേഹത്തോടെ നിനക്ക് തന്ന ഗിഫ്റ്റാ ആ ടീ മഗ്. അതെന്റെ കയ്യിൽ നിന്ന് വീണ് പൊട്ടിപ്പോയി. ഐ ആം സോറി അശോക്. ഞാൻ മനഃപൂർവ്വം ചെയ്തതല്ല. നോക്ക്, നിങ്ങൾക്ക് എന്നെ ശരിക്കും ഹെൽപ്പ് ചെയ്യണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ ശ്യാമിനെ കൊണ്ട് ആ കുഞ്ഞിന് വേണ്ടിയുള്ള അന്വേഷണം നിർത്തിപ്പിക്കണം പ്ലീസ്. ശാലിനി, അപ്പൊ നിനക്ക് ആ കുഞ്ഞിനെ വേണ്ടേ? വേണ്ടെന്നല്ല, ബട്ട് എന്റെ സ്വന്തം കുഞ്ഞ് എവിടെയുണ്ടെന്ന് ആലോചിക്കുമ്പോ എനിക്ക് ആ കുഞ്ഞിനെ വേണമെന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ ആ കുഞ്ഞിനെ കുറിച്ച് പറഞ്ഞ കള്ളങ്ങൾ ഓർത്ത് എനിക്ക് ശരിക്കും പേടിയാ. ഇത്രയും വർഷം ആ കുഞ്ഞിന്റെ ചിന്തകളില്ലാതെ ഞങ്ങൾ ശരിക്കും ഹാപ്പി ആയിരുന്നു. ഞങ്ങളുടെ സന്തോഷത്തിന് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. ഇപ്പൊ ആ കുഞ്ഞിന്റെ കാര്യം വന്നില്ലേ, ഒന്നെങ്കിൽ ആ കുഞ്ഞിനെ ഞങ്ങൾക്ക് കിട്ടണം, അല്ലെങ്കിൽ ഞങ്ങൾ ആ കാര്യം മറന്നു കളയണം. ബട്ട് അറ്റ് എനി കോസ്റ്റ് ഞങ്ങൾക്ക് അനന്തലക്ഷ്മി ഡോക്ടറെ പോയി കാണാൻ മാത്രം കഴിയില്ല. അങ്ങനെ എങ്ങാനും പോയാ ഞാൻ മറച്ചു വെച്ച കള്ളങ്ങൾ പുറത്തു വരും. അപ്പോ ശ്യാമിന്റെ കണ്ണില് ഞാൻ വളരെ ചെറിയൊരാളായി മാറും. നിങ്ങളും കണ്ടതല്ലേ ശ്യാം എപ്പോഴും മകളെന്ന് പറഞ്ഞ് നടക്കുന്നത് എങ്ങനെയാണെന്ന്. അവന്റെ മകൾ ഇപ്പൊ അവന്റെ കൂടെ ഇല്ലാത്തതിന് കാരണം ഞാനാണെന്ന് അറിഞ്ഞ അവനത് എങ്ങനെ സഹിക്കാൻ കഴിയും? അവൻ ഒരുപാട് വിശ്വസിച്ച ഒരാളിൽ നിന്ന് ഇത്ര വലിയ ചതി ഉണ്ടായിന്നറിഞ്ഞ അവൻ എത്ര വിഷമാവും അത്. അതുമല്ല, ഞാനാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്തതെന്നും കൂടി അറിഞ്ഞ അവൻ എന്റെ മേലുള്ള വിശ്വാസം പൂർണ്ണമായിട്ടും ഇല്ലാതാവും. അപ്പോ ശ്യാം എന്നെ വിട്ടു പോയാലോ? എന്നെ ഡിവോഴ്സ് ചെയ്താലോ? നോ നോ, ഞാൻ അവനെ നഷ്ടപ്പെടുത്തില്ല. നോ. ശാലിനി, റിലാക്സ്. Come on. Don't be so emotional. കൂടെ ഞാനുണ്ടല്ലോ. You can trust me.